ആലുവ ക്രസന്റ് പബ്ലിക് സ്കൂളിൽ 10ാം തരത്തിലും 12ാം തരത്തിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങ് നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് എസ്.പി. AP ഷൗക്കത്ത് അലി മുഖ്യ അതിഥിയായിരുന്നു. നമ്മളെ ആരെങ്കിലും നന്നാക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമ്മളെ നന്നാക്കാൻ നമ്മൾ തന്നെയാണ് തയ്യാറാവുന്നത്, അല്ലേ? പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യത്ത്. ഒരു ജനാധിപത്യ രാജ്യത്ത് എങ്ങനെ നിയമം ഉണ്ടാകുന്നത്? ഈ നിയമം നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ആ നിയമം അനുസരിക്കാൻ നമുക്ക് വേറെ ആളുടെ സഹായം വേണ്ട എന്നായിരിക്കണം ഒരു നല്ല സൊസൈറ്റിയുടെ ലക്ഷണം. അപ്പോൾ ഈ രീതിയിൽ എനിക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് അതാണ്. നിങ്ങൾ ഈ സ്ഥാപനം നല്ല വണ്ടർഫുൾ അറ്റ്മോസ്ഫിയർ, നമുക്ക് നല്ല ടീച്ചേഴ്സുകളുണ്ടെന്നറിയാം, നല്ല മാനേജ്മെന്റ് ഉണ്ടെന്നറിയാം. അതുകൊണ്ട് ഈ കോളേജിലേക്ക് പ്രവേശിച്ചാൽ തന്നെ നമുക്കതിൻ്റെ മാറ്റങ്ങൾ അറിയാൻ പറ്റും. ഒരു നല്ല സ്ഥാപനത്തിൻ്റെ നിങ്ങൾ അക്കാഡമിക് ഇൻ്റലിജൻസ്, അക്കാഡമിക് അച്ചീവ്മെൻറ്റ്, പല സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണും. അക്കാഡമിക് അച്ചീവ്മെൻറ്റ് ഫെയിൽ ചെയ്താലും ഭയങ്കരമായിട്ട് പല മൾട്ടിനാഷണൽ കമ്പനികളുടെ തലപ്പത്തെത്തി എന്നൊക്കെ പറഞ്ഞ പല കഥകളൊക്കെ ഉണ്ട്. അതിലൊന്നും അക്കാഡമിക് അച്ചീവ്മെൻറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ത്രൂ ഔട്ട് യുവർ ലൈഫ്. അതായിരിക്കും നിങ്ങളുടെ നേട്ടത്തിൻ്റെ ഏറ്റവും വലിയ. അക്കാഡമിക് അച്ചീവ്മെൻറ്റ് ഇല്ലാതെ ഏതെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ അച്ചീവ്മെൻറ്റ് ചെയ്ത ആളും അക്കാഡമിക് അച്ചീവ്മെൻറ്റ് നടത്തിയ തൻ്റെ കൂടെയുള്ളവരെ കണ്ട് പഠിച്ച് അവരെന്തുകൊണ്ട് അച്ചീവ്മെൻറ്റ് നേടി എന്ന് മനസ്സിലാക്കിയിട്ടും ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, ഡിസിപ്ലിൻ ഇതൊക്കെ അവർ ജീവിതത്തിൽ വെച്ച് പുലർത്തിയ ശേഷമായിരിക്കും അവർ മറ്റെന്തെങ്കിലും അച്ചീവ്മെൻറ്റ് ചെയ്യുന്നത്. സ്കൂൾ മാനേജർ PS അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. ക്രസന്റ് പബ്ലിക് സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഹൈദർ അലി മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ അഞ്ജലി ശശികുമാർ, അക്കാദമിക് ഉപദേഷ്ടാവ് ലളിത പ്രസാദ് എന്നിവർ വേദിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുട്ടികളെ ഉന്നത വിജയത്തിന് അർഹരാക്കിയ അധ്യാപകരെയും ചടങ്ങിൽ വച്ച് ആദരിച്ചു. എറണാകുളം ജില്ലയിൽ ഏറ്റവുമധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം എന്നതിലുപരി SSLC +2 പരീക്ഷയിൽ ഉയർന്ന വിജയം കൈവരിക്കുവാൻ സാധിച്ചു എന്ന അഭിമാന നേട്ടത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. Bobby Chamanur International Jeweler.